വല്ലവനെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഒരു പയ്യൻ വരുന്നു. ഹലോ മോനെ, പിന്നെ ഇവിടെ താമസിക്കാൻ പറ്റിയ ഏതെങ്കിലും ലോഡ്ജോ ഹോം സ്റ്റേ എന്തെങ്കിലും ഉണ്ടോ? താമസിക്കാനാ ചേട്ടാ? ഇത് റൂംസ് ആണ്, AC റൂംസ്. അല്ലെ, ഇത് കേറിയായിരുന്നു. അപ്പം ഇവിടെ റൂമെല്ലാം ഫുള്ളാണെന്നാ പറഞ്ഞത്. ഫുള്ളാ? ആണോ? അല്ല, നിങ്ങളിപ്പോ വിളിച്ചു പറയോ ബുക്ക് ഒന്നും ചെയ്തില്ലേ? മോനെ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഇവിടെ ഒരു ഹോം സ്റ്റേയില് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഹോം സ്റ്റേ? ഇവിടുത്തെ ഏത് ഹോം സ്റ്റേ? ഇവിടെ അടുത്തൊരു 100 മീറ്റർ കഴിയുമ്പോഴേ പുതിയതായിട്ട് തുടങ്ങിയെന്നാ പറഞ്ഞത്. പുതിയതായിട്ട് തുടങ്ങിയത്? ചുമ്മാ അല്ല, നമുക്ക് മനസ്സിലാവാഞ്ഞേ. സാധാരണ ഈ ഏരിയ മൊത്തം അരച്ചലക്കി കുടിക്കുന്ന ടീമാണ് നമ്മള്. അല്ല, എന്നിട്ട് ഇപ്പൊ എന്തൊരു ഞങ്ങള് രാത്രി എത്തുമെന്നാ പറഞ്ഞതേ. വന്നപ്പോ രാവിലെ ആയിപ്പോയി. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ആ റൂം വേറെ ആർക്കോ കൊടുത്തും പോയി. ഓ, നിങ്ങള് വരെ ലേറ്റ് ആയതുകൊണ്ട് അവര് റൂം വേറെ ആൾക്ക് കൊടുത്ത്. അപ്പൊ പൊളിഞ്ഞ്. അല്ല, നിങ്ങളിത് എവിടെന്ന് പറഞ്ഞ? ഞങ്ങള് നിലമ്പൂരിന്ന്. നിലമ്പൂരിന്ന്? അതെ അതെ. നിലമ്പൂരിന്ന് എറണാകുളം ഇവിടെ എന്താ പരിപാടി? മോനെ, നാളെ എറണാകുളത്ത് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട്. ആ കല്യാണം കൂടി ഞങ്ങളുടെ മോൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അവളെയും കണ്ട് വൈകുന്നേരം പോകാനാ ഞങ്ങളുടെ പ്ലാൻ. കൊള്ളാം, നല്ല പ്ലാൻ. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങക്ക് റൂം വേണ്ടേ? അവിടെ അടുത്ത് എന്ന് പറയുമ്പോ നമുക്ക് റൂം വേണമെങ്കിൽ വാഴക്കാലയോ വാക്കനാടോ പോകേണ്ട വരും. അതിന് ഇവിടുന്ന് ഒരു 2.5 കിലോമീറ്റർ ആയാലും പോണം. അയ്യോ, അപ്പൊ ഇവിടെ ഓട്ടോ എന്തെങ്കിലും? അതാണ് ഈ റോഡിന്റെ കോമഡി. ഇതിൽ കൂടെ ബാക്കിയുള്ള എല്ലാ വണ്ടിയും പോവും, പെട്ടിയോട്ട് വരെ പോവും. ഓട്ടോ പോകണമെങ്കിൽ കുറെ കഷ്ടപ്പാടാ. അയ്യോ, അതായത് സംഭവം വന്നിട്ട് റിട്ടേൺ പോകുന്ന വണ്ടി ഉണ്ടെങ്കിലും കാണും. നീ എന്തോ ചെയ്യും? 2.5 കിലോമീറ്റർ ലഗേജ് ഒക്കെ തൂക്കിട്ട് നടക്കാന്ന് പറഞ്ഞാൽ പദം വന്നു. ചേട്ടാ ഒരു കാര്യം ചെയ്യ്. ചേട്ടാ നേരെ പോയിട്ടേ റൈറ്റ് എടുക്കുക. റൈറ്റ് എടുത്തിട്ട് കുറച്ചൊരു 100-150 മീറ്റർ 200 മീറ്റർ നടക്കുമ്പോഴത്തേനെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഡബിങ് സ്റ്റുഡിയോ ഉണ്ട്. ഡബിങ് സ്റ്റുഡിയോ? അതിന്റെ തൊട്ടടുത്ത് ഒരു റൂംസ് ഉണ്ട്. അത് നമുക്ക് അറിയാവുന്നൊരു പയ്യന്റെയാ. പേര് ജിഷു. അവിടെ കയറിയിട്ട് ചോദിച്ചാൽ മതി റൂംസ് വല്ലതും ഉണ്ടോന്ന്. എന്റെ പേര് പറഞ്ഞാൽ മതി, അവൻ നല്ലത് നോക്കി തന്നോളൂ. പേര് കേശു. കേശു പാറമട. കേശു പാറമട. ചേട്ടാ ഒരു കാര്യം ചെയ്യ, നമ്പർ എടുത്തോ. ഇതാണ് എന്റെ നമ്പർ. കേശു പാറമട. എന്തായാലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അപ്പം റൂം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ അവിടെ ചെന്നിട്ട് കേശുവിനെ വിളിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അയ്യോ, മോള് ഇവിടെ പഠിക്കണമെന്ന് പറഞ്ഞു, ചോദിക്കാൻ പറഞ്ഞല്ല. വേണ്ട, അങ്ങോട്ട് മുടിയിട്ടെ. ദുബായിനെ GM വിളിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. നമ്മുടെ സുനിലേട്ടനും നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു. കമ്പനിയുടെ കാര്യങ്ങളൊക്കെ കുറച്ച് പ്രതിസന്ധിയിലാണെന്നാ പറഞ്ഞത്. സത്യം പറയുമ്പോ ഗൾഫ് രാജ്യത്തേക്ക് നേരെ ചൊവ്വേ ആരും കേറി പോകുന്ന പോലും ഇല്ലല്ലേ. കുറച്ചു നാള് കഴിഞ്ഞാൽ ദുബായ് ഓക്കെ ആവുന്നതാണ് പറഞ്ഞത്. നോക്കാം. എന്താണെങ്കിലും 6 മാസത്തേക്ക് വേറെ ജോലിയൊന്നും നോക്കണ്ട, എന്റെ കാര്യമെല്ലാം ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞ പുള്ളി സംസാരിച്ചത്. 6 മാസത്തിനുള്ളിൽ എനിക്ക് തിരിച്ചു പോകേണ്ടി വരും. ഞാൻ ഒരു കാര്യം പറയട്ടെ, 1 വർഷമൊക്കെ കഴിഞ്ഞ് അവിടുത്തെ പ്രശ്നങ്ങൾ മൊത്തത്തിലൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് പോയാ മതി. ഇതേ സെയിം അഭിപ്രായം ഞാൻ പറയാന്ന് വിചാരിച്ച് ഇന്നലെ വന്നേണ്. പക്ഷെ വന്നപ്പോ ഞാൻ അങ്ങ് മടക്കി. ഇപ്പം നമ്മള് പറഞ്ഞിട്ട് വേറെ ചില ആൾക്കാർക്ക് പിടിക്കാതാവോ എന്ന് വിചാരിച്ചിട്ട്. ഈ വേറെ ചില ആൾക്കാരൊന്നും ഉദ്ദേശിച്ചത് എന്നെയാണോ? അതെ. എടാ നീ എന്തൊക്കെ പറഞ്ഞാലേ ഏറ്റവും കൂടുതൽ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആള് ഞാനല്ലടാ. സപ്പോർട്ട് ചെയ്യും, അതേപോലെ തന്നെ നൈസിൽ ഇടയ്ക്കിട്ട് പണി വെക്കുകയും ചെയ്യും. എന്താണ് നിന്റെ പ്രശ്നം? രാവിലെ തൊട്ട് തുടങ്ങിയതാ ഇവന്. സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുക. സീരിയസോ? എന്തായാലും സീരിയസ് ആയിട്ട് സംസാരിച്ചിരുന്ന കാണിയും ഇതല്ലേ. മനസ്സിലായില്ല. അച്ഛൻ 1 വർഷത്തേക്ക് ഗൾഫിൽ പോകുന്നില്ല, അങ്ങനെയാണോ ഞാൻ കേട്ടത്? അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല കേട്ടോ. 1 വർഷം പറഞ്ഞ എത്ര ദിവസം? 365 ദിവസം. ശരിക്കും? അല്ലല്ലയോ, ഈ 1 വർഷത്തേനെ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോ എങ്ങനെ? അമ്മിനി എവിടെ തന്നെ?
അളിയ കമ്പനി അങ്ങനെ വിടാൻ പറ്റത്തൊന്നുമില്ല. എന്റെ ജോലിയുടെ കാര്യം GM അവിടെ ഓക്കെ ആക്കിയാ വെച്ചേക്കുന്നത്. கேசு ഓ நான் சொல்லின பொருள் எல்லாம் வாங்கிட்டியா? സൊല്ലണ പരിയെല്ലാം വാങ്ങിട്ടെ. പക്ഷെ സിദ്ധു, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു വർഷം പണിയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മുടെ ചെലവുകളൊക്കെ എന്ത് ചെയ്യും? കേശവനെ പണിക്കിട്ട് ജീവിക്കും. കേശുവേട്ടൻ പണിക്ക് പോയിട്ട് നമ്മളെയൊക്കെ കുറെ നോക്കും. ദേ ഈ സിദ്ധുനെ നോക്കാന്നൊക്കെ പറഞ്ഞ ചില്ലറ പരിപാടിയൊന്നും അല്ല. ഹൈലി എക്സ്പെൻസീവ് പേഴ്സൺ. அது லெச்சு சொன்ன ரொம்ப கரெக்ட் தான். சித்து, உனக்கு செலவு ரொம்ப ஜாஸ்தி தான்ப்பா. എന്തൊക്കെ പറഞ്ഞാലും ഒരു സ്ഥിര വരുമാനം ഉള്ളത് നല്ല കാര്യമായിരുന്നു. ബാങ്കിൽ നിന്ന് വരുന്ന ഇൻട്രസ്റ്റ് വെച്ചിട്ടേ ഒരു വർഷം വരെയൊക്കെ പിടിച്ചേക്കാൻ പറ്റും. പക്ഷെ ലെച്ചൂസ് പറഞ്ഞ പോലെ ഡെയിലി ഒരു ഇൻകം വരുന്ന ഒരു സ്കീം ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. അല്ലളിയാ, അല്ലെ നീ ബാങ്കിൽ നിന്ന് വരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഏറെക്കുറെ ബാങ്കിൽ ഒരു എസ്റ്റിമേറ്റ് എത്ര എമൗണ്ട് കാണും? അതിപ്പോ അവിടെ കിടക്കുന്നത് എന്തോന്ന് അതിന്റെ ഇടയിൽ കൂടെ അവൻ എസ്റ്റിമേറ്റ് അറിയാൻ നിക്കണ്. വേണ്ട പറയണ്ട, അല്ലോടെ പൂത്തി പോയി. ആ മുഴുതി വെക്കും. சரி, நீங்க சண்டை போடாதீங்க. நான் ஒரு ஐடியா சொல்லட்டா? நல்லதா இருந்தா நீங்க ஏத்துக்கோங்க, இல்லைன்னா என்ன ஒன்னும் சொல்ல கூடாது. சொல் 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 சொல். சித்து, நீ ஒரு பிசினஸ் ஆரம்பி. நீ இங்க இருக்கும்போது நீ அந்த பிசினஸ் பாத்துக்கோ. ஆனா நீ துபாய்க்கு போன பிறகு எங்களால அதை பாத்துக்க முடியணும். அப்படி ஒரு பிசினஸ் ஐடியா நீ யோசி. അതിപ്പോ ബിസിനസ് ഐഡിയ എന്ന് പറയുമ്പോ എന്ത് ചെയ്യും? ബിസിനസ് എന്ന് പറയുമ്പോ എന്തെങ്കിലും ചെയ്യുന്നതാണല്ലോ ബിസിനസ്, ഇല്ലേ? എന്താ ആലോചന അങ്ങോട്ട്. എങ്കിൽ പിന്നെ നമുക്കൊരു റെസ്റ്റോറന്റ് തുടങ്ങിയാലോ? ആ നല്ല സൂപ്പർ ഐഡിയ. പിന്നെ പൊന്നു സിദ്ധു, അതിവിടെ ഒരു 19 തവണ പയറ്റിയ കേസാണ്. അത് നടക്കാൻ പോകുന്നില്ല. വെറുതെ ആവേശത്തിന് ഓരോന്നൊക്കെ തുടങ്ങി വെക്കും, എന്നിട്ട് ആരും നോക്കാനുമില്ല. വെറുതെ പൂട്ടി കെട്ടി കുറെ നഷ്ടക്കച്ചവടവും ചെലവും. അത് നിനക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പമാ. ചേച്ചി കോൺഫിഡൻസ് ഇല്ലാത്ത പ്രശ്നം. എന്നാ പിന്നെ കോൺഫിഡൻസ് ഉള്ളവർ എന്താന്ന് വെച്ചാൽ ആയിക്കോ, എന്നോട് ചോദിക്കണം എന്തിനാ? ചേച്ചി പോലെ ചേച്ചി ആരോട് പോകാൻ പറഞ്ഞു? ചേച്ചി പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ലേ? நான் கிச்சன்ல போறேன்.